നമസ്കാരം, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് നഗ്നമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം അതിലേക്കൊന്ന് കിടന്ന് കയറി ചെല്ലാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമ്മൾ എന്താ പറയണ്ട, അമ്മയേക്കാൾ വലിയ പോരാളി ഈ ലോകത്തിലില്ല എന്ന് നമ്മൾ സിനിമയിലൂടെയും നേരിട്ടും പല അനുഭവത്തിലൂടെയും നമ്മൾ കണ്ടിട്ടുമുണ്ട്, അറിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അതുപോലെ ഒരു അമ്മയെന്ന് പറയുമ്പോഴത്തേക്ക് വേറെ ടൈപ്പുള്ള ഒരു അമ്മ ഇപ്പോൾ പോലീസിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എന്താണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ ഉള്ളടക്കമെന്നും. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം ഒന്ന് ചർച്ച ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള എന്നാ പിടിച്ചോ. ഇത് അവാർഡ് കിട്ടിയതിനോ അല്ലെങ്കിൽ കഞ്ചാവ് വിറ്റതിനോ ഒന്നുമല്ല ഇവരെ കൊണ്ടുപോകുന്നത്. കാര്യം ഇവരെ വിളിക്കേണ്ട വാക്കുകൾ വേറേതാണ്. കാര്യം അമ്മ എന്നുള്ള വാക്കുകൾ പ്രയോഗിക്കാൻ ഇവരെ പറ്റത്തില്ല. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞിനെ സ്വന്തം കാമുകന് വേണ്ടിയിട്ട് കഴപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് കൊച്ചിനെ കൊന്നു കളയാൻ വേണ്ടി കൂട്ടുനിന്ന് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു അമ്മയാണ് താണ്ടിത്. ഈ നമ്മളിപ്പോൾ കണ്ട വീഡിയോയുടെ വേറൊരു വെർഷൻ ഉണ്ടായിരുന്നു. കാര്യം ആദ്യമായിട്ട് ഈ കൊച്ചിൻ്റെ 2 കൈ ഒടിഞ്ഞിരിക്കുന്ന ഈ ഒരു വീഡിയോ വന്ന ടൈമിൽ ഞാനിത് ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരിട്ടം കണ്ടിട്ടുണ്ട്. എനിക്ക് ചിരി വന്നിട്ടുള്ള വീഡിയോ ആണ്. കാര്യം ആ മോൻ്റെ ആ ഒരു ഇരുത്ത് കാണുമ്പോഴത്തേക്ക് നമുക്കൊന്നും അറിയത്തില്ലല്ലോ എന്താണ് ഫ്യൂച്ചർ വരാൻ പോകുന്ന കാര്യങ്ങളെന്ന് എനിക്കറിയത്തില്ല. കാര്യം ഞാൻ ദൈവമല്ല, ഞാൻ ജോത്സ്യനല്ല. അപ്പം ഞാൻ അന്ന് കണ്ടപ്പോൾ എനിക്കൊരു ചിരി വന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് ആ മോൻ്റെ ഇരുത്തേക്ക് കാണുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു ഇതുണ്ടല്ലോ ഒരു മനസ്സിനകത്ത്. അങ്ങനെ എനിക്കൊരു ചിരി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അന്ന് ചിരിച്ചു പോയല്ലോ എന്ന് എനിക്ക് ഓർക്കുമ്പം എൻ്റെ മനസ്സിനെ എനിക്ക് വല്ലാതെ കുത്തി നോവിക്കുന്നുണ്ട്, വല്ലാതൊരു വിഷമം വരുന്നുണ്ട്. കാര്യം ഈ സൈസ് അവളുടെയും അവൻ്റെ അവന്മാരുടെ കയ്യിലേക്ക് ആയിരുന്നല്ലോ ഈ കൊച്ച് ഇരുന്നതെന്ന് നമുക്ക് അറിയില്ലായിരുന്നു ഒന്നാമത്തെ കാര്യം. പിന്നെ ആ കൊച്ചിൻ്റെ അന്ന് ആ 2 കൈ ഒടിഞ്ഞിരുന്നത് എങ്ങനെ പറ്റിയെന്ന് അതൊന്നും അന്വേഷിക്കേണ്ടിയിരിക്കുന്ന ഒന്നാമത്തെ കാര്യം. തല്ലി ഒടിച്ചാണോ അതോ വേറെന്തെങ്കിലും ഇതുപോലെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ പറ്റിയതാണോ, വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ള ആ ഒരു രീതിയിൽ വീണ്ടും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പറ്റുന്ന ചാർജുകളെല്ലാം ഇവൻ്റെയും ഇവളുടെയും തലയിൽ അടിച്ചു വെച്ചുകൊണ്ട് കുറഞ്ഞതൊരു തൂക്കുകയറ് മേടിച്ച് കൊടുക്കണം എല്ലാവരും കൂടെ എന്നാണ്. കഴപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ഞാൻ എല്ലാ സ്ത്രീയെയും കുറ്റപ്പെടുത്തി പറയുമല്ല, എല്ലാ അമ്മമാരെയും കുറ്റപ്പെടുത്തി പറയുമല്ല. കാര്യം ഇവളെ പോലുള്ള ആൾക്കാരായിരിക്കത്തില്ല ജീവിച്ചിരിക്കുന്നത്. പക്ഷേ എന്നാലും ഒരു പെർസെൻറ്റേജ് ഇവളെ പോലുള്ള ആൾക്കാരുണ്ട്. കാര്യം കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന സംഭവം അല്ലത്. ഇതിനു മുമ്പും കടലിൻ്റെ മറ്റേ സീവാളിനെ തെറിഞ്ഞ് കൊന്നിട്ടുള്ള കേസുണ്ട്. ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് കുഞ്ഞിനെ ജനിച്ച ഉടനെ എടുത്തെറിഞ്ഞ കേസുകളുണ്ട്. അപ്പം ഒരുപാട് കേസുകൾ ഇതിൻ്റെ പുറകിലുമുണ്ട്. അപ്പം നമ്മൾ ആരെയും സ്പെഷ്യലായിട്ട് കുറ്റം പറയുമല്ല, ഇങ്ങനെയുള്ളവളെ മാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. ഇവളുടെ കൂട്ടത്തിൽ വേറെ ഒരുത്തനോടുണ്ട്, അത് വേറെ കാര്യം, അത് വിട്. അവനുള്ള വീഡിയോ ഞാൻ വേറെ തരാം. കഴപ്പാണെങ്കിൽ കഴപ്പ് മാറ്റാൻ 100 വഴികളുണ്ട്. വല്ല ലോഡ്ജിലൊക്കെ പോയിട്ട് കിടന്നു കൊടുക്കുക. മിഷ്യൻ കിട്ടും. ഇപ്പം മിഷ്യൻ ആമസോണിൽ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, അല്ലാതെ കുറേ സൈറ്റുകളിലൊക്കെ മിഷ്യൻ കിട്ടും. അത് വെച്ച് കഴപ്പ് തീർക്ക്. ഒന്നിനെ ഉണ്ടാക്കിയിട്ട് അതിനെ കൊന്നു കളയാന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് കഴപ്പിനാണ് നിങ്ങൾ വാല്യൂ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് ഒരു കുഞ്ഞ്, എന്തിനാണ് നിങ്ങൾക്ക് ഒരു ജീവൻ? ആ സാധനം, ആ ഒരു കുഞ്ഞിനെ നിങ്ങൾ പ്രസവിച്ചെന്ന് വെച്ചോ, നീയൊക്കെ പ്രസവിക്കുന്ന കഴപ്പ് മാറ്റി പ്രസവിച്ചെന്ന് വെച്ചോ, ആ കുഞ്ഞിനെ വളർത്താൻ പറ്റുമെങ്കിൽ വളർത്തുക. അല്ലെങ്കിൽ 10 രൂപയ്ക്ക് കിട്ടുന്ന കോണ്ടം ഉണ്ട്, 10 രൂപയ്ക്ക് മേടിക്കാൻ പറ്റുന്നൊരു കോണ്ടം ഉപയോഗിക്കുക. ഇതിനകത്ത് 2ൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ പ്രാപ്തരാകണം. ഇത് 2ഉം ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ എനിക്ക് വിളിക്കാൻ പറ്റത്തില്ല. അഥവാ എന്തായാലും വിളിച്ചു പോയി കഴിഞ്ഞാൽ അത് എനിക്കെതിരെ കേസാണ്. പെണ്ണാണല്ലോ, പെണ്ണിനെ നമ്മൾ വിളിക്കുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വിളിക്കാൻ പറ്റില്ല. 10 രൂപയുടെ കോണ്ടം മേടിച്ച് ഉപയോഗിക്കാൻ അറിയാമാത്ത നിങ്ങൾ എന്തിനൊരു കുഞ്ഞിനെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിനെ കൊല്ലാൻ നിൽക്കുന്നു? എൻ്റെ ചോദ്യമാണ് ഇത്. എല്ലാവരും കൂടെ ചേർത്തിട്ടല്ല പറയുന്നത്. ഈ സൈസ് ക്യാരക്ടറുള്ള, ഈ സൈസുള്ള അവളുമാരെയാണ് ഞാൻ ഉദ്ദേശിച്ച് പറയുന്നത്. കാര്യം ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് സ്വപ്നം കാണുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. അവരെയൊക്കെ അപേക്ഷിച്ച് ഇവൾ കഴപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു കൊച്ചിനെ ഉണ്ടാക്കി. ആ കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് അടുത്ത വേറൊരുത്തനെ കണ്ടതിന് ശേഷം അതിനെ കൊന്നു കളയുന്നു. എന്തോന്നടേ ഇത്?
അതോ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ പ്രശ്നമാണോ ഇത്? അതോ ഒരു പഴവും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ധൈര്യമാണോ? പിന്നെ എന്താ ഇതിന് പറയേണ്ടതെന്ന് എനിക്ക് വാക്കുകളില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, നീ ആരെ വേണമെങ്കിലും പ്രേമിച്ചോ, അത് നിന്റെ ഇഷ്ടം. കഴപ്പ് തീർത്തോ, അത് നിന്റെ ഇഷ്ടം. പക്ഷേ ഈ നാട്ടിൽ ചില നിയമവ്യവസ്ഥകളൊക്കെ ഉണ്ട്. നിയമവ്യവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് നിയമവ്യവസ്ഥയ്ക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെയുള്ള പന്തലാഴ് കാണിക്കുന്ന ഇതുപോലുള്ള തേവിടിച്ചുകൾ അറിയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം എനിക്കുണ്ട്. കേരളത്തിന് അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമം എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ലോ ആണ്. ഇങ്ങനല്ല, ഇങ്ങനെ ആയിരിക്കരുത് നിയമം. ഇങ്ങനെയുള്ള പന്തലേഴികൾ ജെനുവിനാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഒന്നെങ്കിൽ നടു റോഡിലിട്ട് കൊന്നു കളയുക, 10 പേര് കാണുന്ന രീതിയിൽ. ഇത് നമ്മുടെ സൗദി അങ്ങനെയുള്ള രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ. അല്ലാത്ത പക്ഷം നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുക. കാര്യം ഇവളുമാർ കഴപ്പ് തീർക്കാൻ വേണ്ടി അല്ലെ, അവനെ പോലുള്ള അവനുടെ വീഡിയോ ഉണ്ട്, വേറെ ഇവനം പൂശുന്ന വേറെ വീഡിയോ ഉണ്ട്, അത് കാണിച്ചു തരാം. അവനെയും ഇവളെയും പോലുള്ളവളുമാരെ നാട്ടുകാർക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കണം. അത് ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറഞ്ഞ സാധനം മാറ്റി എഴുതേണ്ട സമയം വന്നിരിക്കുന്നു. ഇതൊന്നും ആയിരിക്കരുത് നിയമം. കാര്യം ഒരു തെറ്റ് ചെയ്യാൻ നോക്കുന്നവൻ ഒരു 100 വട്ടം ആലോചിക്കണം, തെറ്റ് ചെയ്യണോ വേണ്ട എന്ന്. സ്വന്തം വയറിൽ 10 മാസം കൊണ്ടു നടന്ന കുഞ്ഞിനെ ഈ സൈസ് തന്തലഴ കാണിക്കാൻ പറ്റിയ ഇവളെ പോലുള്ളമാര് നാളെ മറ്റുള്ളവരുടെ പിള്ളേരെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കണം. അപ്പം മറ്റേ ഒരു പുണ്ടച്ചി മോനുണ്ട്, ഇവളുടെ കാമുകനാണോ, ഇവളുടെ വെച്ചുകൊണ്ട് അടക്കുന്നവനാണോ, ഭർത്താവാണെന്ന് എനിക്കറിയാൻ വയ്യ. ഇവക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പം രണ്ടാമത്തെ ഇവൻ ആരാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം. അപ്പം ഞാൻ ആ തായിലയുടെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. നീ വാ. ചിലപ്പം ഈ വീഡിയോ ഒക്കെ കാണുന്നവർ വിചാരിക്കുമായിരിക്കും, പോലീസ് അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നതല്ല. പോലീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നിയമം നടപ്പിലാക്കാനുള്ള ജോലിയുള്ള വ്യക്തികളാണ് പോലീസ്. അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത്. കാര്യം അവർക്ക് ഈ പ്രതിയെ കൊണ്ടുപോയിട്ട് കോടതിയിൽ ഹാജരാക്കേണ്ടതാണ്. അപ്പം മുറിവുകളും പഴങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കോടതി ജഡ്ജി ചിലപ്പോൾ പോലീസിൻ്റെ അടുത്തായിരിക്കും ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇവരെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷെ എന്നാലും ഈ തായോളിക്ക് 2 അടി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു. എന്നാലും ഈ വീഡിയോയിൽ കുറച്ചേ ഉള്ളെങ്കിലും അതെനിക്ക് കാണാൻ പറ്റി, എനിക്ക് മനസ്സറിഞ്ഞു. പക്ഷെ എന്നാലും ആ കുഞ്ഞിനെ കൊന്നതിനകത്ത് ഒരിക്കലും ആ ഒരു രോഷം കുറയത്തില്ലല്ലോ. അതിപ്പം എനിക്കായാലും എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്കായാലും അത് ഒരിക്കലും കുറയത്തില്ല. കാര്യം ഈ സൈസ് സ്വന്തമില്ലാത്ത മക്കളെ നാട്ടുകാരുടെ മുന്നിലോട്ട് ഇട്ട് കൊടുത്ത് നാട്ടുകാരുടെ കഴപ്പ് തീർന്നതിന് ശേഷം മാത്രമേ കോടതിയിൽ ഹാജരാക്കാവുള്ളൂ എന്നുള്ള ഒരു നിലപാടാണ് എൻ്റെത്. അപ്പം എന്താ പറയുക, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ 2 പുണ്ടച്ചി മക്കൾക്കും കുറഞ്ഞത് ഒരു തൂക്കുകയറ് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ഈ ലോകത്ത് ആരും ഇല്ലടേ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. ഒരാൾ മുകളിലുണ്ടായിരുന്നത് ഈ സൈസ് പരിപാടിയൊന്നും നടക്കത്തില്ല. കാര്യം കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മാലാഖമാരല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വത്താണെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഒരു കുഞ്ഞിനെ പോലും ഈ വന്ന കാലത്ത് ഇതില്ലെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ ആരെയാണ് വിശ്വസിക്കേണ്ടത്? ഞാൻ ആരുടെടുത്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ ആരുടെടുത്താണ് അപേക്ഷിക്കേണ്ടത്? അപ്പം ഞാൻ പറയുന്നത്, പെട്ടെന്ന് തന്നെ താങ്കളിമാരെയും അവളെ പറയാൻ പറ്റത്തില്ലല്ലോ, പെണ്ണല്ലേ, പെണ്ണ് പെട്ടെന്ന് തന്നെ അങ്ങ് ഒരു നിയമത്തിൻ്റെ വക ദൈവം നിയമമായിട്ട് ഇറങ്ങി വന്നുകൊണ്ട് കുറഞ്ഞത് ഒരു തൂക്കുകയറ് കിട്ടണമെന്ന് ഞാൻ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞോട്ടെ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞോട്ടെ. അപ്പം എനിക്ക് ഇത്രയൊക്കെ ഉള്ളു പറയാൻ. എൻ്റെ അപേക്ഷയാണ്, വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്നെ ലൈക്ക് അടിക്കാനും സബ് അടിക്കാനും മറക്കരുതും. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. ഓക്കെ, ബൈ.